ഇന്നത്തെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ വീട്ടിലെ കുളത്തിനകത്ത് നല്ല ഒരു വയലറ്റ് കളറിലുള്ള ആമ്പൽ പൂവ് ഇങ്ങനെ ചിരിച്ച് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് പൂവിനെയൊക്കെ നോക്കി ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ആലപ്പുഴ ലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നെടുമുടി ആലപ്പുഴ ആ ഒരു സൈഡിലോട്ട് നമുക്ക് പോകണമായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ അവിടെ നമ്മൾ കഴിച്ച ഫുഡും ഒക്കെയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലത്ത് എത്തേണ്ടത് ബോട്ടിലൂടെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ആലപ്പുഴയിലെ മിക്ക സ്ഥലങ്ങളിലും റോഡുകളൊന്നും അധികം ഇല്ല കേട്ടോ. മിക്ക സ്ഥലങ്ങളും വെള്ളത്തിൻ്റെ സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ ബോട്ട് വെച്ചിട്ടാണ് കേട്ടോ ഓരോരോ സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഉള്ളിലുള്ള സ്ഥലങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട് നമ്മൾ ഈ ഒരു ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്ന ഒരു ബോട്ട് പോലത്തെ ഒരു ഇതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ മിക്ക വീടുകളിലും കാണാൻ പറ്റുന്നതാണ് അവർക്കൊരു വള്ളവോ അല്ലെങ്കിൽ ഇതുപോലത്തെ ബോട്ട് പോലത്തെ ഒരു മോട്ടറൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും കാണും കേട്ടോ. ഈ നമ്മുടെ വീട്ടിൽ കാറൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും വള്ളവും അതുപോലെ തന്നെ ബോട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഇപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ അധികം ആൾതാമസം പോലും ഇല്ല. കാരണം വെള്ളമൊക്കെ പൊങ്ങി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പാടാണ് ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ. അപ്പോൾ പക്ഷേ ടൂറിസത്തിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ നെടുമുടി ആലപ്പുഴ ആ ഒരു കുട്ടനാട് പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നല്ല അപ്പവും അതുപോലെ തന്നെ വരാലിൻ്റെ കറി, കരിമീൻ പൊള്ളിച്ചത്, ഡക്ക് കറി അതൊക്കെയാണ് കേട്ടോ കഴിച്ചത്. നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 1 മണിക്കൂർ നമ്മുടെ ബോട്ടിൻ്റെ ആ ഒരു ചേട്ടൻ പറഞ്ഞു നമ്മളെ 1 മണിക്കൂർ ഇവിടെയൊക്കെ കൊണ്ട് കറക്കാം എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഞാൻ പണ്ട് പഠിച്ചിരുന്ന സ്കൂളിലാണ് കേട്ടോ. ഞാൻ ആലപ്പുഴയിൽ ഞാനൊരു 5-6 വർഷം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിച്ചിരുന്ന ഒരു സ്കൂളായിരുന്നു സെൻറ്റ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂൾ. ഇപ്പോൾ അത് അമൃത വിദ്യാലയം ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ പണ്ടത്തെ സ്കൂളിലെ ബിൽഡിങ്ങൊന്നും അല്ല, ഇപ്പോൾ മൊത്തത്തിൽ മാറിപ്പോയി. അതൊക്കെ കണ്ട് ഞാൻ നേരത്തെ നമ്മൾ മുഹമ്മ വഴി കുമരകം വഴിയാണ് കേട്ടോ നമ്മൾ കോട്ടയത്തോട്ട് എത്തിയത്. അപ്പം നമ്മൾ സ്മിതാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചൊരു കടയുണ്ടായിരുന്നു. ഒരു കടയിൽ പോയിട്ടാണ് നമ്മൾ ചോറൊക്കെ കഴിച്ചത്. ചോറിൻ്റെ കൂടെ നമ്മൾ പലതരത്തിലുള്ള ഫിഷും എല്ലാം ഉണ്ടായിരുന്നു. ഇത് പണ്ട് ഒരു പ്രാവശ്യം മോഹൻലാൽ വന്നിട്ട് ഫുഡൊക്കെ ഇവിടുത്തെ കഴിച്ചിട്ടുള്ള കേട്ടോ. ഇവിടുത്തെ ഫിഷൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പം നമുക്ക് പലതരത്തിലുള്ള ഫിഷുകൾ നമുക്ക് കഴിക്കാൻ പറ്റി. അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.